ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞതുപോലെ സിറോ മലബാർ സഭയുടെ പ്രവർത്തനം വിലയിരുത്താനായിട്ട് എന്നെ ആരും ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. എനിക്കതിന് പ്രത്യേക യോഗ്യതയൊന്നുമില്ല. എന്നാൽ നിങ്ങൾക്കറിയാം, ഞാൻ ജന്മം കൊണ്ടൊരു സിറോ മലബാർ വിശ്വാസിയാണ്. 2003 ഇംഗ്ലണ്ടിൽ സണ്ടർലാൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എൻ്റെ ജീവിതം തുടങ്ങി. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിൽ ഞാൻ ഇപ്പോഴെ എൻ്റെ ഇടവക സെൻറ്റ് ജോസഫ് പാരീഷ്, ഇവിടുത്തെ ഇംഗ്ലീഷ് പാരീഷാണ്. അതിലൂടെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ലഭിച്ചു. ഞാൻ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ ആദ്യമേ തന്നെ പറയാം, എൻ്റെ ഒരു കൂറ് എൻ്റെ ഇംഗ്ലീഷ് ചർച്ചിനോടാണ്. കാരണം ഈ രാജ്യത്തെ ജലം, വായു, അതുപോലെ സമ്പത്ത് എല്ലാം അനുഭവിക്കുമ്പോൾ ഇവിടുത്തെ ഈ ചർച്ചിലൂടെ ഒത്തിരിയേറെ എനിക്കും എൻ്റെ കുടുംബത്തിനും അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ 2016 ഇവിടെ സിറോ മലബാർ ഇംഗ്ലണ്ടിലേക്ക് വരാൻ തീരുമാനിച്ചപ്പോൾ അതിനെ 100% സ്വാഗതം ചെയ്തു. എന്നാൽ ഇപ്പോൾ 8 മാസത്തോളമായി അതിൻ്റെ പ്രവർത്തനങ്ങളൊന്ന് വിലയിരുത്തുകയാണ്. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം, സഭ, ആഗോള കത്തോലിക്ക സഭയും സിറോ മലബാറും എല്ലാം ഈശോയുടേതാണ്. ഞാൻ ഇംഗ്ലീഷ് ചർച്ചിനെ സ്നേഹിക്കുകയും സിറോ മലബാർ ചർച്ചിനെ വെറുക്കുകയും എന്ന് പറഞ്ഞാൽ അതിൽ എൻ്റെ ആധ്യാത്മികതയിൽ കാപട്യമുണ്ട്. എന്നാൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുറന്ന് വിലയിരുത്തുമ്പോൾ വിൻ പോളിസി, സിറോ മലബാർ സഭയ്ക്കും അംഗീകാരം കിട്ടണം, അതുപോലെ ഇംഗ്ലീഷ് ചർച്ചും ഫ്ലറിഷ് ചെയ്യണം. ദൈവം എന്താണോ ആഗ്രഹിച്ചത് അതിവിടെ നടക്കണം. അതിനുവേണ്ടിയുള്ള ഒരു ഇവാലുവേഷനാണ്. ആദ്യമേ തന്നെ പറയുകയാണ്, ക്രിട്ടിക്കലായിട്ട് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ പിന്നെ അതിൻ്റെ സജഷൻസ് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. നമുക്കറിയാം, ഈശോ മരിച്ച് ഉയർത്തെഴുന്നേറ്റു. ആ ഒരു പ്രത്യാശയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. എന്തെല്ലാം സംഭവിച്ചാലും അവസാനം ഈശോയുടെ രാജ്യം വരും. അതുപോലെ നമ്മുടെ നിത്യതയിൽ ഈശോയോടൊപ്പം നമ്മളായിരിക്കും. ആ ഒരു പ്രത്യാശയാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. എന്നാൽ പറയേണ്ട കാര്യങ്ങൾ ഞാൻ സ്നേഹത്തോടുകൂടിയും തുറന്ന് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുകയാണ്. ആദ്യത്തെ എനിക്ക് പറയാനുള്ള ഒരു പോയിന്റ്, സിറോ മലബാർ സഭ വരുന്നതിനോടനുബന്ധിച്ച് ആദ്യം ഒരു മീറ്റിംഗ് വിളിച്ചു. ഇംഗ്ലണ്ടിലുള്ള എല്ലാ വിശ്വാസികളും ആ മീറ്റിങ്ങിൽ പങ്കെടുത്തു. ഞങ്ങൾ നിർദ്ദേശിച്ച ഒരു കാര്യം, അവിടെ പ്രിസ്റ്റണിലെ പ്രോഗ്രാം തുടങ്ങുന്ന സമയം കുറച്ചുകൂടെ നേരത്തെ ആക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഒത്തിരിയേറെ അൽമായർ അതിനെക്കുറിച്ച് പറഞ്ഞു, തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അധികാരികൾ തീരുമാനിച്ച ആ കറക്റ്റ് സമയത്ത് തന്നെ മീറ്റിംഗ് നടത്തി. നമുക്കറിയാം, വലിയ ഫംഗ്ഷൻ തീരാറായപ്പോൾ 1 മണിക്കൂർ മുമ്പ് മഴ പെയ്തു. വിശ്വാസികളായിട്ടുള്ള അൽമായരൊന്നും മഴ നനഞ്ഞില്ല. അവിടെയുള്ള വൈദികരെല്ലാം മഴ നനയേണ്ടി വന്നു. ഞാൻ പറഞ്ഞത്, വിശ്വാസികൾ വിവരമില്ലാത്തവരായിരിക്കാം, ചിലപ്പം അധികാരം ഇല്ലാത്തവരായിരിക്കാം. എന്നാലും ഞങ്ങൾ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം എന്ന് ആവശ്യപ്പെടുന്നു. രണ്ടാമതായിട്ട് ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻ സംഘടിപ്പിച്ചു. ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻ എന്ന് പറയുമ്പോൾ ഹോൾഡ് എ ഗ്രൂപ്പ് ഡിസ്കഷൻ ടു പ്രൊഡ്യൂസ് ഐഡിയാസ്. ബ്രെയിൻ സ്റ്റോമിംഗ് സെഷനിലോട്ട് UK അൽമായരോട് പല നിർദ്ദേശങ്ങളും ആവശ്യപ്പെട്ടു. ഞാൻ 10-16 പോയിന്റ് ടൈപ്പ് ചെയ്ത് ഇമെയിലായിട്ട് അയച്ചു. അതുപോലെ ആനുവൽ ലീവ് ബുക്ക് ചെയ്ത് പ്രിസ്റ്റണിൽ ചെന്നു. പക്ഷേ അവിടെ ചെന്നപ്പോൾ സംഭവിച്ചത്, സഭയുടെ അധികാരികൾ ചില സംഗതികൾ അവർ സെലക്ട് ചെയ്തു. അതിനെക്കുറിച്ച് മാത്രമാണ് ഡിസ്കഷൻ നടത്തിയത്. ഞാൻ പറയുന്നത്, UK 10-15 കൊല്ലം ജീവിച്ച് ഇവിടെ ഇംഗ്ലീഷുകാരുമായിട്ടൊക്കെ വർക്ക് ചെയ്ത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വളരെയേറെ ഒരു ഇൻസൾട്ടിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറയാനുള്ളത് പറയുന്നത് കേൾക്കുക, എന്നിട്ട് എൻ്റെ ഇഷ്ടമോ മറ്റുള്ളവരുടെ ഇഷ്ടമോ അല്ല, എല്ലാവരുടെ ഇഷ്ടം ഏതാണോ അത് തിരഞ്ഞെടുക്കുകയാണ്. ഈ 2 പ്രവർത്തനത്തിലൂടെയും പലപ്പോഴും എനിക്ക് മനസ്സിലാകുന്നത്, അൽമായർക്ക് പലപ്പോഴും നമ്മൾ സഭ വില കൊടുക്കുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യമാണ്. കാരണം ഞങ്ങളും സഭയുടെ ഭാഗമാണ്, നമ്മളെല്ലാവരും സഭയുടെ ഭാഗമാണ്. എനിക്കറിയാം, വൈദികർ, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സുഖങ്ങളും വേണ്ടെന്ന് വെച്ച് യേശുവിന് വേണ്ടി നിങ്ങൾ ത്യാഗം സഹിച്ചത് എന്തിനു വേണ്ടിയാണ്? സ്വർഗം മിന്നൽ കണ്ടുകൊണ്ടാണ്. നിങ്ങൾ ഈ ദേശത്ത് വന്നത് എന്തിനു വേണ്ടിയാണ്? അപ്പോൾ നമ്മുടെ ഈ ദേശത്ത് ഒരു അഭിഷേകമാകണമെന്നുണ്ടെങ്കിൽ അൽമായർ പറയുന്നത് നിങ്ങൾ കേൾക്കണം. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു കൺസേണ്, ഞാൻ ഇന്നലെ, നമുക്കറിയാം, മാതാവിൻ്റെ ഇവിടെ ഫാത്തിമയിൽ പ്രത്യക്ഷത്തിൻ്റെ
ആ ജൂബിലി ആഘോഷിക്കുമ്പോൾ ഞാൻ സെഹിയോനിൽ ഒരു 1 ഡേ കൺവെൻഷന് പോയി. അവിടെ ചെന്നപ്പോൾ എനിക്ക് വളരെയേറെ വേദന തോന്നിയൊരു കാര്യം, അവിടെ ഒത്തിരിയേറെ ആൾക്കാരുണ്ടായിരുന്നു. 16,000 പേരോളം ഉണ്ടായിരുന്നു. ഇംഗ്ലീഷുകാരുണ്ടായിരുന്നു, ആഫ്രിക്കൻസ് ഉണ്ടായിരുന്നു, ഫിലിപ്പിനോസ് ഉണ്ടായിരുന്നു, അതുപോലെ എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മളവിടെ നമ്മുടെ സിറോ മലബാർ കുർബാന വളരെ പാടുപെട്ട് അത് ഇംഗ്ലീഷിലാക്കി ആണ് അവിടെ ചെല്ലുന്നത്. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കുന്നത്, എൻ്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. നമ്മുടെ ലാറ്റിൻ മാസിന് എന്താണ് കുഴപ്പം? നമ്മൾ ലാറ്റിൻ മാസ് ചൊല്ലിയെന്നോർത്ത് എന്തെങ്കിലും കുറവ് ആർക്കെങ്കിലും വരാറുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 2003 തൊട്ട് ഇന്ന് വരെ ലാറ്റിൻ മാസാണ് ഞങ്ങൾ കൂടുന്നത്. മാസത്തിലൊരു മലയാളം കുർബാനയുണ്ട്. നമ്മൾ എന്തിനാണ് അതിലൊരു തിരിച്ചു വ്യത്യാസം നമ്മൾ കാണിക്കുന്നത്? ഇവിടെ ഹെൻറി എട്ടാമൻ്റെ കാലഘട്ടത്തിലൊക്കെയുള്ള ഒരു പ്രതിഭാസമായിരുന്നു റോമുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംഗതി ഉണ്ടെങ്കിലും നശിപ്പിച്ച് കളയുക എന്നുള്ളത്. റോമുമായിട്ട് ബന്ധപ്പെട്ട ബുക്കുകൾ തീ കത്തിച്ച് കളയുക, അതുപോലെ രൂപങ്ങൾ കത്തിച്ച് കളയുക, റോമിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ കൊന്നു കളയുക. രൂപങ്ങളൊക്കെ നശിപ്പിക്കുന്നതിന് പറയുന്ന ഒരു പേരുണ്ട്, ഐക്കണോക്ലാസ്റ്റ്, ICONOCLAST. അതായത് നമ്മൾ ഇവിടെയുള്ള ലാറ്റിൻ ചർച്ചിൻ്റെ എല്ലാം നമ്മൾ മാറ്റണമെന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? അത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയാണോ? ഇത് മലയാളികളോട് അല്ലെങ്കിൽ ഇവിടെയുള്ള സിറോ മലബാർ വിശ്വാസികളോട് നിങ്ങൾ ചോദിച്ചോ? കാരണം നമുക്ക് ലാറ്റിൻ മാസ് ചെല്ലുന്നതുകൊണ്ട് നമുക്ക് വിശുദ്ധ കുർബാനയ്ക്ക് എന്തെങ്കിലും അഭിഷേകം കുറയുന്നുണ്ടോ? ഈ ഒരു കാര്യങ്ങളിൽ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടണം. അതുപോലെ കുഞ്ഞുങ്ങൾക്കെല്ലാം ഇഷ്ടം ലാറ്റിൻ മാസാണ്. അതുപോലെ ആ ഒരു കാര്യത്തിൽ ഒരു റിവ്യൂ നടത്തണം. അതുപോലെ വളരെ സെൻസിറ്റീവായിട്ടുള്ള വേറൊരു ഇഷ്യൂവാണ് പള്ളി വാങ്ങൽ. നമുക്കറിയാം എത്രയോ ആയിരക്കണക്കിന് പള്ളികളാണ് ഇവിടെ അടഞ്ഞു കിടക്കുന്നത്. ഉള്ള പള്ളികൾ തന്നെ ഇവിടെ റൺ ചെയ്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. ഞാൻ ജീവിക്കുന്ന സണ്ടർലാൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഞങ്ങളുടെ ഹീറ്റിംഗ് സിസ്റ്റം 2 കൊല്ലം മുമ്പ് കേടായി. 50,000 പൗണ്ടാണ് പുതിയ ഹീറ്റിംഗ് സിസ്റ്റത്തിന്. ഞങ്ങൾ മലയാളികളടക്കം 200 പൗണ്ടോളം ഞങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തു. പിന്നെ ഇംഗ്ലീഷുകാർ ചെയ്തു. 7,000 പൗണ്ട് വരെ കൊടുത്ത മലയാളിയുണ്ട്, 10,000 പൗണ്ട് കൊടുത്ത ഇംഗ്ലീഷുകാരനുണ്ട്. പല രീതിയിൽ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു പള്ളി വാങ്ങി പോകുമ്പോൾ, ഇപ്പം സണ്ടർലാൻഡിൽ ഒരു പള്ളി വാങ്ങിയെന്ന് ഉദ്ദേശിക്കുക, ഇപ്പോൾ ഉള്ള ഇംഗ്ലീഷ് ചർച്ചയിൽ നിന്ന് നമ്മൾ പോകുമ്പോൾ അവർ വീണ്ടും സ്ട്രഗിൾ ചെയ്യും. നമുക്കെന്തിനാണ് ഈശോ പള്ളി നൽകിയിരിക്കുന്നത്? പള്ളി നൽകിയിരിക്കുന്ന വിശുദ്ധ കുർബാന കാണാനും പ്രാർത്ഥിക്കാനും അതുപോലെ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആരാധിക്കാനുമാണ് ഈശോ പള്ളി നൽകിയിരിക്കുന്നത്. അല്ലാതെ പള്ളി എഴുതി കിട്ടിയെങ്കിൽ മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഇത്രയും കാലം പ്രാർത്ഥിക്കാത്ത ഒരു വ്യക്തിക്കോ അല്ലെ ആർക്കെങ്കിലും ഒരു പള്ളി കിട്ടിയെന്നോർത്ത് ആത്മീയ ജീവിതത്തിൽ ഒന്നും കൂടാൻ പോകുന്നില്ല. ഞങ്ങളുടെ പള്ളിയിൽ ഞങ്ങൾക്ക് എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളുമുണ്ട്. ഞങ്ങൾ എല്ലാ ദിവസവും 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന 3 കൊല്ലമായിട്ട് 24 മണിക്കൂർ സൈലന്റ് അഡോറേഷൻ നടത്തുന്നു. പള്ളി എല്ലാം സന്തോഷപൂർവ്വമായിട്ട് തരികയാണ്. നമ്മൾ പള്ളി വാങ്ങാൻ പോകുന്നത് മലയാളികളെ വീണ്ടും ഒരു സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടിലേക്ക് നയിക്കുകയാണ്. അതുകൂടാതെ ഞാൻ പറയുന്നത് വെറുതെ കിട്ടിയാൽ പോലും നമ്മൾ പള്ളി വാങ്ങാനായിട്ട് പാടില്ല. കാരണം പള്ളി എവിടെയെങ്കിലും ക്രൈസിസ് ഉണ്ടെങ്കിൽ നമ്മളും ഇംഗ്ലീഷുകാരുമായിട്ട് ഒരുമിച്ച് ആ ക്രൈസിസിനെ എങ്ങനെ നേരിടുവാമെന്ന് നമ്മൾ ഓർക്കുക. നമ്മൾ പള്ളി വാങ്ങാൻ പോയാൽ നമ്മൾ ഇംഗ്ലീഷുകാരിൽ നിന്നകലും. അതുപോലെ നമ്മുടെ ലക്ഷ്യം മുഴുവൻ പള്ളി വാങ്ങുക, അതിൻ്റെ സമ്പത്തുണ്ടാക്കുക. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അതൊരു തടസ്സമാകും. അതുകൂടാതെ നമ്മൾ ഇംഗ്ലീഷുകാരുമായിട്ടും അകന്നു പോകുന്നു. പിന്നെ എനിക്ക് കൺസേണുള്ള ഒരു കാര്യം, ഞാൻ വന്ന അന്ന് 2008 മുതൽ സണ്ടർലാൻഡിൽ കാണുന്ന ഒരു പ്രതിമാസമാണ് അൽഫോൻസാമയുടെ തിരുനാൾ. ഞാൻ അൽഫോൻസാമയുടെ തിരുനാളിനൊന്നും എതിരല്ല. എത്രയോ വർഷങ്ങളായിട്ട് ആ തിരുനാൾ ഇവിടെ നടത്തുന്നു. എത്രയോ മണിക്കൂറുകൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നു. ഞാൻ പറയുന്നു, ഇവിടെ എത്രയോ വിശുദ്ധരുണ്ട്. ഞങ്ങളുടെ സണ്ടർലാൻഡിൽ ഒരു വിശുദ്ധനുണ്ട്, സെൻറ്റ് ബീഡ്. നിങ്ങൾ വില കൊടുത്ത് വാങ്ങണം. ഇത് എക്ലീസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് പീപ്പിൾ. അതായത് ഇംഗ്ലണ്ടിലെ ഏറ്റവും ആധികാരികമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് അത്. സെൻറ്റ് ബീഡ് എഴുതിയതാണ്. അതുപോലെ കത്തോലിക്ക സഭയിൽ 33 ഡോക്ടേഴ്സാണുള്ളത്. അതിൽ ആകെ ഒരു ഇംഗ്ലീഷുകാരൻ സെൻറ്റ് ബീഡാണ്. സെൻറ്റ് ബീഡ് എൻ്റെ വീട്ടിൽ നിന്ന് നടന്നു പോകാനായിട്ടുള്ള അടുത്താണ്. സെൻറ്റ് ബീഡിനെ കുറിച്ച് നമുക്ക് 1 കൊല്ലം വേണേൽ അൽഫോൻസാമയുടെ തിരുനാളിന് പകരം സെൻറ്റ് ബീഡിനെ നമുക്ക്, അതുപോലെ സെൻറ്റ് കത്ബർട്ട് വളരെ വിശുദ്ധനായിട്ടുള്ള ഒരു മെത്രാനായിരുന്നു. സെൻറ്റ് കത്ബർട്ടിൻ്റെ ബോഡി ഇപ്പോഴും ഡറൻ കത്തീഡ്രലിൽ അഴുകാതെ കിടക്കുന്നുണ്ട്. അത് നമുക്ക് വേണേൽ സെൻറ്റ് കത്ബർട്ടിൻ്റെ ഒരു തിരുനാൾ നമുക്ക് നടത്താം. 5 തവണ ശവകുടീരം തുറന്നതാണ്.
അന്നും എല്ലാം ആ ബോഡി എഴുകാതിരിക്കുന്നു. അതുപോലെ സെന്റ് ബീഡിന്റെ ബോഡി അവിടെയുണ്ട്. നമ്മുടെ ലക്ഷ്യം മുഴുവൻ സിറോ മലബാർ സഭ എപ്പോഴും എന്നും ഈ അൽഫോൻസാമയുടെ തിരുനാൾ നടത്തുക എന്നുള്ളത് മാത്രമാണ്. വെടിക്കെട്ട് നടത്തുക, അതിൻ്റെ പുറകിൽ എന്തെല്ലാം കാര്യങ്ങളാണ്. വെടിക്കെട്ട് നടത്തി, ഞങ്ങളുടെ അവിടെ വെടിക്കെട്ട് നടത്തി, പകൽ വെടിക്കെട്ട് നടത്തി. ഞങ്ങളുടെ ന്യൂകാസിൽ ആൻഡ് ഹെക്സാമിലെ ബിഷപ്പ് വന്നപ്പോൾ നെയ്ബറിൻ്റെ ഒരു പട്ടി ഓടി വെടിക്കെട്ടിൻ്റെ സ്വരം കേട്ട്. അവർ ബിഷപ്പിൻ്റെ അടുത്ത് തട്ടിക്കയറി. അതുപോലെ സ്കൂളിൽ ഒരു തവണ തിരുനാൾ നടത്താൻ നൽകി. സ്കൂളിൽ മദ്യപിച്ചതിൻ്റെ പേരിൽ സ്കൂളുമായിട്ട് നമുക്ക് പ്രശ്നമുണ്ടായി. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ കത്തോലിക്ക സഭയുടെ ആത്മീയത എന്ന് പറയുന്നത് ഒരു മെനു കാർഡിലുള്ള ഏതെങ്കിലും ഒരു തിരുനാൾ നടത്തുക എന്നുള്ളത് മാത്രമാണ്. എത്രയോ കാര്യങ്ങൾ നടത്താനായിട്ട് സാധിക്കും. ആ ഒരു കാര്യത്തിൽ നമ്മളൊന്ന് റിവ്യൂ ചെയ്യണം. അതുപോലെ നമുക്കറിയാം, പ്രിസ്റ്റണിൽ ഇവിടെ രൂപത നമുക്ക് ലഭിച്ചു. രൂപത ലഭിക്കുമ്പോൾ നമ്മൾ പ്രിസ്റ്റണിനെക്കുറിച്ച് നമ്മളൊന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. ഒന്ന് അതിൻ്റെ ചരിത്രം പഠിക്കുന്നത് നല്ലതായിരിക്കും. അവിടെ വില്യം അലൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. റിഫർമേഷൻ്റെ കാലഘട്ടത്തിൽ അങ്ങേര് റോമിൽ പോയി റോമിൽ ഒരു സെമിനാരി സ്ഥാപിച്ചതുകൊണ്ടാണ് ഇന്ന് കത്തോലിക്ക സഭ ഇവിടെ നിലനിൽക്കുന്നത്. റോമിൽ അങ്ങേര് സെമിനാരി സ്ഥാപിച്ചതിനെക്കുറിച്ച് ഞാനൊരു ഒരു കാര്യം നിങ്ങളുമായിട്ട് ഒന്ന് ജസ്റ്റ് വായിക്കാം. ഒരു സെക്കൻഡ്. പ്രീസ്റ്റ് ഹാസ് ബീൻ there was a 110 priests ordained there, but all of them are executed. ഇന്ന് നമുക്കറിയാം, ഇന്ന് ആ കാർഡിനൽ അലൻ അവിടെ പോയി സെമിനാരി സ്ഥാപിച്ച് അവിടെയുള്ള അച്ഛന്മാർ വന്ന് അവർ രക്തസാക്ഷിത്വം വഹിച്ചതുകൊണ്ടാണ് ഇന്ന് ഇംഗ്ലണ്ടിലെ ഈ സഭ നിലനിൽക്കുന്നത്. അതിനുശേഷം ഫ്രഞ്ച് വിപ്ലവം വന്നു. ആ സെമിനാരി നേരെ ഞങ്ങളുടെ അടുത്തുള്ള ഉഷവ് കോളേജ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ട് ഡെർത്തോട്ട് മാറി. അവിടെ 1808 തൊട്ട് 2008 വരെ പ്രവർത്തിച്ചു. പിന്നെ വൈദികരെ കിട്ടാത്തത് കൊണ്ട് ആ സെമിനാരി അടച്ചുപോയി. ആ സെമിനാരിയായിട്ട് ബന്ധപ്പെട്ട ഒരു ബുക്കാണിത്. നിങ്ങളെപ്പോഴേലും കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് വാങ്ങി വായിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ പറഞ്ഞത്, ഒത്തിരിയേറെ പേര് ചോര നീരാക്കിയൊരു രാജ്യമാണ്. അവരുടെ ആ വിശ്വാസം, അവർ കൊടുത്ത വിലയാണ് നമ്മളിന്ന് ആഘോഷിക്കുന്നത്. പ്രിസ്റ്റണിൽ ഇവിടെ രൂപത ഈശോ നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാം ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തോടൊരു വിളിയുണ്ട്. അല്ലാതെ നമ്മൾ എന്തെങ്കിലും, ഫ്രാൻസിസ് പിതാവ് പറയുന്നത്, ഒരു പേഷ്യൻറ്റിനെ, എമർജൻസി ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിനെ നിങ്ങളുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അയാളുടെ BP എടുക്കുകയോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ നോക്കുകയോ അല്ല ചെയ്യേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ രാജ്യം ഒത്തിരിയേറെ ക്രൈസിസിൽ നിൽക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. അതുപോലെ നമുക്കറിയാം, സെൻറ്റ് തോമസ് മൂർ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സെൻറ്റ് തോമസ് മൂറിനെ കുറിച്ച് പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സെൻറ്റ് തോമസ് മൂറിനെ കുറിച്ച് വളരെയേറെ പഠിക്കണം. സെൻറ്റ് തോമസ് മൂർ വളരെ വളരെ പ്രഗത്ഭനായ ഒരു വിശുദ്ധനാണ് ഇംഗ്ലണ്ടിലെ. സെൻറ്റ് തോമസ് മൂർ കൊല ചെയ്യപ്പെടുന്നതിന് മുമ്പ്, കൊലക്കളത്തിൽ കയറുന്നതിന് മുമ്പ് പറഞ്ഞത്, ഓൾവേസ് കിങ്സ് ഗുഡ് സെർവൻ ബട്ട് ഗോഡ് ഫസ്റ്റ്. അതായത് തൻ്റെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി തൻ്റെ ജീവൻ വരെ കളയാനായിട്ട് സെൻറ്റ് തോമസ് മൂർ മടി കാണിച്ചില്ല. ഏതായാലും 400-500 വർഷങ്ങൾക്ക് ശേഷം ബെനഡിക്ട് പിതാവ് ഇവിടെ വന്നപ്പോൾ സെൻറ്റ് തോമസ് മൂറിനെ കൊല ചെയ്ത വിധിച്ച ആ സ്ഥലത്ത് വെച്ചാണ് ഇവിടെയുള്ള എല്ലാ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിമാരെയും ബെനഡിക്ട് പിതാവ് ചലഞ്ച് ചെയ്തത്. ബെനഡിക്ട് പിതാവ് ചോദിച്ചൊരു കാര്യം ഇതാണ്. അതായത് മാർഗരറ്റ് താച്ചർ, ജോൺ മേജർ, അതുപോലെ നമുക്കറിയാം ടോണി ബ്ലെയർ, ഗോർഡൻ ബ്രൗണ്, ഡേവിഡ് കാമറൺ, തെരേസ മേ അന്ന് പ്രധാനമന്ത്രിയായിട്ടില്ല, അവരോടെല്ലാം ആയിട്ട് ചോദിച്ച ഒരു കാര്യമാണ് പോപ്പ് ബെനഡിക്റ്റ്. റിലീജിയൻ ഈസ് നോട്ട് എ പ്രോബ്ലം ഫോർ ലെജിസ്ലേച്ചേഴ്സ് ടു സോൾവ്, ബട്ട് ടു vital contribution to national conversation. I would invite all of you to seek ways to promote and encourage dialogue between faith and reason at every level of national life. അതിന് മറുപടി പറഞ്ഞത്, ഡേവിഡ് കാമറൺ പറഞ്ഞത്, യുവർ ഹോളിനെസ്, യു ഹാവ് ചലഞ്ച്ഡ് ദ ഹോൾ കൺട്രി ടു സിറ്റ് അപ്പ് ആൻഡ് തിങ്ക്. നമ്മൾ ഓർക്കണം, ഇവിടെ പരിശുദ്ധ പിതാവ് വന്ന് ഇവിടെ ഭരണാധികാരികളെ ചലഞ്ച് ചെയ്തു. നമുക്കിന്ന് നമ്മുടെ മുന്നിൽ ഉള്ള വെല്ലുവിളികൾ എന്താണ്? ഇന്ന് ഇംഗ്ലണ്ട് എല്ലാ രീതിയിലും സമസ്ത മേഖലകളിൽ നിന്നും നമുക്കറിയാം ഈശോയെ വെളിയിലാക്കുകയാണ്. അഗ്രസീവായിട്ടുള്ള സെക്യുലറിസമാണ് എല്ലായിടത്തും. അതായത് ഒരു കുരിശ് ധരിച്ചാൽ അവരെ അനുവദിക്കുകയല്ല ജോലി ചെയ്യാൻ. വേറൊരു സൈഡിൽ അഗ്രസീവായിട്ടുള്ള ഫണ്ടമെൻ്റലിസം.
അതായത് ഈശോയുടെ പേരിൽ ആൾക്കാരെ കൊല്ലുന്നു, അല്ലെങ്കിൽ ടെററിസം നടത്തുന്നു. ഇതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഇലക്ഷൻ ഇപ്പോൾ വരികയാണ്. ഈ കുഞ്ഞുങ്ങളെ അബോർട്ട് ചെയ്യുന്നതിനെതിരേക്ക് ഒരു സ്റ്റാൻഡ് എടുക്കാനായിട്ട് സിറോ മലബാർ സഭയ്ക്ക് ആ മേഖലകളിലൊക്കെ എന്തെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ ഈ നാടിൻ്റെ അവസ്ഥയനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. അല്ലാതെ എന്തെങ്കിലും ഇവിടെ പള്ളി വാങ്ങുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എന്താണ് കാര്യം? ആത്മാർത്ഥമായിട്ട് ഇവിടെയുള്ള വിശ്വാസികളോട് സിറോ മലബാർ അധികാരികൾക്ക് സ്നേഹമുണ്ടോ? ഇന്നലെ ബസ്സേ വന്നപ്പോൾ ഒരു സ്ത്രീ എന്നോട് ചോദിച്ച ഒരു ചോദ്യം, നമ്മളെല്ലാവരും സിറോ മലബാർ എന്നും പറഞ്ഞ് ലാറ്റിൻ ചർച്ചിൽ നിന്ന് മാറിപ്പോവുകയാണെങ്കിൽ കുറേ നാളുകൾ കഴിയുമ്പോൾ ഞങ്ങളുടെ യങ് ജനറേഷൻ വരുമ്പോൾ ഞങ്ങൾ സ്കൂളിന് അഡ്മിഷന് പോകുമ്പോൾ ഇംഗ്ലീഷുകാർ നമുക്ക് സ്കൂളിൽ അഡ്മിഷൻ തരുമോ? നമ്മളെല്ലാ മേഖലകളിലും നമുക്ക് ഇംഗ്ലീഷുകാരൊപ്പം വേണം. നമുക്ക് ജോലി ചെയ്യുമ്പം വേണം. നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളിലും ഈ രാജ്യത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് വേണം. പക്ഷേ സ്പിരിച്വാലിറ്റി വരുമ്പോഴത്തേനും നമുക്ക് അവരെ വേണ്ട. അതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം എന്നതാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ നിങ്ങൾ വേണം ചോദിക്കുക, എന്തിനാണെന്ന് സിറോ മലബാർ ഇവിടെ വന്നതെന്ന്. സിറോ മലബാറിന് ചെയ്യാനായിട്ട് ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. ഇവിടെ കൺഫെഷൻ ചെയ്യാനായിട്ട് ആവശ്യത്തിന് വൈദികരില്ല. അതുപോലെ ഇംഗ്ലീഷ് ചർച്ചിലുള്ള വൈദികരെ വേണേൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ബെനഡിക്ട് പിതാവൊക്കെ എത്രയോ മനോഹരമായിട്ടുള്ള ബുക്കുകൾ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ജോയ് ഓഫ് ലവ്, അതുപോലെ പല ബുക്കുകളുണ്ട്. ഞാനെല്ലാം അതിനെക്കുറിച്ച് പറയുന്നില്ല. ആ ബുക്കുകളെ കുറിച്ചൊക്കെ ഒരു പഠിക്കാനായിട്ടും അല്ലെങ്കിൽ കൂടുതലായിട്ട് അറിയാനായിട്ടും ഒക്കെ എന്താണ് പരിശുദ്ധ പിതാവ് പറയുന്നത്. അല്ലാതെ പരിശുദ്ധ പിതാവ് പറയുന്ന എന്തെങ്കിലും കാര്യം നമ്മൾ യൂട്യൂബിലിട്ടോ അതുകൊണ്ട് കാര്യമില്ല. അതനുസരിച്ച് നമുക്ക് എങ്ങനെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും? അതുപോലെ നമുക്കറിയാം, ഇവിടെ കാർഡിനൽ ഹെൻറി ന്യൂമാൻ, അതുപോലെ എത്രയോ വിശുദ്ധരായി ജീവിച്ച സ്ഥലങ്ങളുണ്ട്. അവരെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുന്നതിന് വേണ്ടി നമുക്ക് സമയം വേണം സ്പെൻഡ് ചെയ്യുക. അതുപോലെ പള്ളി നമുക്കുണ്ട്. ഇവിടെ സിറോ മലബാർ വിശ്വാസികൾ 1 മണിക്കൂർ സമയമെങ്കിലും വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആരാധിക്കാനായിട്ട് സാധിച്ചാൽ ഈ രാജ്യത്തൊരു മാറ്റം ഉണ്ടാകുകയല്ലേ? നമ്മൾ ഈ രാജ്യത്ത് വന്നിട്ട് ഈ രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാതെ, എനിക്ക് ഏറ്റവും സങ്കടം തോന്നുന്ന വേറൊരു കാര്യം, ഇത്രയും വർഷമായിട്ട് ഇവിടെ വന്ന വൈദികർക്ക് ഈ രാജ്യത്തിൻ്റെ അവസ്ഥ അറിയാമായിട്ടും അവർക്ക് അതിനെക്കുറിച്ചൊന്നും ഒരു വേദന തോന്നാത്തത് എന്താണ്? നമ്മൾ മാത്രം രക്ഷപ്പെട്ടാൽ മതിയോ? നമ്മൾ മാത്രം സ്വർഗത്തിൽ പോയാൽ മതിയോ? ഞാൻ ഇംഗ്ലീഷുകാരുടെ അടുത്ത് സഭയെക്കുറിച്ച് പറയുമ്പോൾ അവർ ചോദിക്കുന്നത് സഭയില്ലാത്തതിന് എന്നാ കുഴപ്പമെന്നാണ് ചോദിക്കുന്നത്. കുഴപ്പമുണ്ട്, ഞാൻ നിങ്ങളോട് പറയാം. 2014 സെൻസസ് അനുസരിച്ച് 1.1 ലക്ഷം പ്രോബ്ലം ഫാമിലിയുടെ പേരിൽ UK ഗവൺമെൻറ് സ്പെൻഡ് ചെയ്തത് 30 ബില്യനാണ്. നമുക്കറിയാം, കുടുംബങ്ങൾ തകർന്നു കഴിയുമ്പോൾ എത്രയോ ദുരന്തമാണ് ഉണ്ടാകുന്നത്. കുഞ്ഞുങ്ങൾക്ക് അപ്പൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടാതെ പോകുന്നു. അത് തന്നെയാണ് ഇന്ന് സംഭവിക്കുന്നത്. ഇന്ന് കുടുംബങ്ങൾ തകർന്നു. ഇന്ന് ഗസ്ബിയന് മാരേജ് റീഡിഫൈൻ ചെയ്യുന്നു. സ്കൂളിൽ സെക്സ് എഡ്യൂക്കേഷന് എന്ന് വേണ്ട മീഡിയയിലാണെങ്കിലും നമുക്കറിയാം, ഒന്നും നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റിയല്ല. എല്ലായിടത്തും അശ്ലീലമായിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് പ്രവർത്തിക്കാനായിട്ടാണെങ്കിലും ഒത്തിരിയേറെ മേഖലകളുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം 2 ബുക്ക് വാങ്ങി. ഒന്ന് അമേരിക്കയിൽ ഒരു ബിഷപ്പ് എഴുതിയ ഒരു ബുക്കാണ് സ്ട്രേഞ്ചേഴ്സ് ഇൻ എ സ്ട്രേഞ്ച് ലാൻഡ്. അതുപോലെ തന്നെ വേറൊരു ബുക്കാണ് റെൻഡർ അൻഡു സീസർ, സീസറിനുള്ളത് സീസറിന്. ഈ ബുക്ക് വായിച്ച് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അമേരിക്കയിലെ സാഹചര്യത്തിനേക്കാളും വേസ്റ്റാണ് ഇംഗ്ലണ്ടിൽ നടക്കുന്ന കാര്യങ്ങൾ. ഇന്ന് ഞാൻ പറഞ്ഞത് ഈ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞത് നമുക്ക് ചെയ്യാനായിട്ടാണെങ്കിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൾച്ചർ ഇവാഞ്ചലൈസ് ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഇന്ന് രാജ്യം കിടന്ന് ദുരിതം അനുഭവിക്കുമ്പോൾ നമ്മൾ പള്ളി വാങ്ങുക, മലയാളത്തിലുള്ള കുർബാന ഇംഗ്ലീഷിലാക്കുക, ഇംഗ്ലീഷുകാരുടെ ഇടയിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മലയാളികളെ മാറ്റുക. ഇതൊക്കെയാണോ സുവിശേഷകന്റെ ജോലി? ഇതിനുവേണ്ടിയാണോ നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? ഈ ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യണം. അതുകൂടാതെ വേറൊരു കാര്യം, നമ്മൾ അമേരിക്കയല്ല, അല്ലെങ്കിൽ വേറൊരു രാജ്യമല്ല ഇംഗ്ലണ്ട്. നാട്ടിലെ സിറോ മലബാർ സഭയുടെ അവസ്ഥയല്ല. നാട്ടിലെ സിറോ മലബാർ സഭയിലുള്ളവർക്ക് ഇവിടുത്തെ വേദനകൾ അറിയാനായിട്ട് സാധിക്കുന്നില്ല. എന്നോട് വളരെ വേണ്ടപ്പെട്ട ഒരു ഇംഗ്ലീഷ് അച്ഛൻ പറഞ്ഞൊരു കാര്യം, ഡോണ്ട് ഫ്രാഗ്മെന്റ് മൈ പാരിഷ്. അതായത് അവർക്ക് വേദനയുണ്ട്, നമ്മൾ തോന്നുന്ന രീതിയിൽ പോവുക, ബാക്കി എല്ലാ കാര്യത്തിലും നമുക്ക് അവരെ വേണം. പക്ഷേ ആത്മീയത വരുമ്പോഴത്തേനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പോവുക. അതുകൊണ്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ വളരെയേറെ നമ്മൾ ചിന്തിക്കണം. എനിക്ക് പറയാനുള്ളത് 10-12,000 കുടുംബങ്ങൾ ഇവിടെയുണ്ട്. ആ കുടുംബങ്ങളുടെ വ്യൂ നിങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കണം. നിങ്ങൾ 10, 30, 40 വൈദികരെ കൊണ്ട് ഇവിടെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല.
ഇവിടെയുള്ള മലയാളികൾ വിശ്വാസമുള്ളവരുണ്ട്, വിശ്വാസം കുറഞ്ഞവരുണ്ട്, ധ്യാനത്തിന് പോകുന്നവരുണ്ട്, പോകാത്തവരുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവരെയും നമുക്ക് ഈശോയിലേക്ക് കൊണ്ടുവരണം. അത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും സ്നേഹത്തോടുകൂടി നമ്മൾ അവരെ കൊണ്ടുവരണം. അതുപോലെ യൂത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇന്നവേറ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ നമുക്കറിയാം ഈ രാജ്യത്ത് എത്രയോ ചാരിറ്റികൾ നടക്കുന്നു. ഇന്നൊരു സഹോദരന് സ്റ്റെം സെല്ലിന് വേണ്ടി വേദന അനുഭവിച്ച് കിടക്കുകയാണ്. നമ്മുടെ സിറോ മലബാർ സഭ അതിനുവേണ്ടി എന്തെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടോ? അതുപോലെ സുഡാനിൽ കോടിക്കണക്കിന് ആൾക്കാർ പട്ടിണി കിടക്കുകയാണ്. നമുക്കിത് വല്ലതും ബന്ധമുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ചില മേഖലകളിൽ ചാരിറ്റിയുടെ മേഖലകളിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഇടപെടുക. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനുമാണ് കൂടുതലായിട്ട് നമുക്ക് ഇതിലൂടെ ഒരു അനുഗ്രഹം കിട്ടാനായിട്ട് പോകുന്നത്. അതുപോലെ ഇന്നലെ സോജിയച്ചൻ്റെ അവിടെ നിന്ന് പറയുന്നത് കേട്ടു, സിറോ മലബാർ സഭ ധ്യാന സെൻറ്റർ തുടങ്ങാനായിട്ട് പോവുകയാണെന്ന്. നമുക്ക് എന്തിനാണ് ധ്യാന സെൻറ്റർ? ധ്യാനങ്ങൾ എത്രയോ നമ്മൾ കൂടിയതല്ലേ. നമ്മൾ വെറുതെ ബൈബിള് കുറെ കാണാതെ പിടിച്ചിട്ടോ കുറെ ധ്യാനം കൂടിയിട്ടോ കാര്യമുണ്ടോ? നമുക്കിനി ഇറങ്ങി പ്രവർത്തിക്കേണ്ട സമയമാണ്. ബെനഡിക്ട് പിതാവ് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ എന്തെല്ലാം കുറവുകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിലും നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുക. പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ദൈവാനുഗ്രഹത്തിലേക്ക് വളരാനായിട്ട് സാധിക്കും. അതുകൂടാതെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇത് ബ്രിട്ടീഷ് ലൈബ്രറിയിലുള്ള കാര്യങ്ങളാണ്. ഇത് ബൈബിൾ ഇൻ ദ ബ്രിട്ടീഷ് ലൈബ്രറി. അതായത് ഈശോയെക്കുറിച്ച് അല്ലെങ്കിൽ ഈശോ ജനിച്ചോ ഈശോ മരിച്ചോ ബൈബിളുണ്ടോ ഇതിനൊക്കെയുള്ള പ്രൂഫുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. നമ്മുടെ മക്കൾക്ക് വിശ്വാസമില്ലേര് അവരെ അതൊക്കെ പോയി കൊണ്ട് കാണിക്കുക, കൂടുതലായിട്ട് പഠിക്കുക. അതുപോലെ എത്രയോ വിശുദ്ധരുടെ എത്രയോ മനോഹരമായ സ്ഥലങ്ങളുണ്ട് ഇംഗ്ലണ്ടിലുമൊക്കെ. അതുപോലെ കാർഡിനൽ ഹെൻറി ന്യൂമാൻ്റെ ഒറേറ്ററി ഉണ്ട് ബർമിംഗ്ഹാമിൽ. എത്രയോ എൻറിച്ച്ഡ് ആയിട്ടുള്ള സ്ഥലമുണ്ട്. നമ്മൾ ജീവിതം മുഴുവൻ അൽഫോൻസാമയുടെ ഒരൊറ്റ തിരുനാൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത്, അൽഫോൻസാമ നല്ലതാണ്, എനിക്ക് അൽഫോൻസാമയുടെ യാതൊരു വെറുപ്പുമില്ല. പക്ഷെ നമ്മളൊരു കാര്യം ഓർത്ത് വാങ്ങണം, ആയിരക്കണക്കിന് വിശുദ്ധരെ പോലെ ഒരു വിശുദ്ധയാണ് അൽഫോൻസാമ. അൽഫോൻസാമ സ്വർഗത്തിൽ ഏതായാലും എത്തിയിട്ടുണ്ട്. നമ്മൾ കൂടുതൽ തിരുനാൾ നടത്തിയിട്ട് ഇനിയിപ്പോൾ അൽഫോൻസാമയെ നമ്മൾ സ്വർഗത്തിൽ ഇനി എത്തിക്കേണ്ട കാര്യമുണ്ടോ? നമ്മളെല്ലാ വിശുദ്ധരെയും കുറിച്ചും അറിയണം. വിശുദ്ധരെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് നമുക്ക് ഈ രാജ്യത്തെ സ്നേഹിക്കാനായിട്ട് സാധിക്കും. സെന്റ് തോമസ് മൂർ പോലെ ജോൺ ഫിഷർ എത്രയോ കോൺട്രിബ്യൂഷൻ ചെയ്ത ഒരു ബിഷപ്പാണ്. ജോൺ ഫിഷറിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പഠിക്കണം. ഞാനിതെല്ലാം പറഞ്ഞത് ഞാൻ ആരെയും വേദനിപ്പിക്കാനോ ഒന്നുമല്ല. പക്ഷെ ഒരു കാര്യം, ഇവിടെയുള്ള കാര്യങ്ങളിൽ ദൈവത്തെ ഓർത്ത് ഞങ്ങളെയും കൂടെ നിങ്ങൾ ഉൾപ്പെടുത്തണം. നമ്മൾ ഒരുമിച്ച് നമ്മൾ കാര്യങ്ങൾ അതുകൂട്ട് ആലോചിക്കണം. അതുപോലെ ഇവിടെയുള്ള ഇംഗ്ലീഷ് വൈദികരോടുകൂടെ ചോദിക്കണം, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. നമ്മളെല്ലാവരും സ്വർഗത്തിൽ പോകാനായിട്ടാണ് ഈശോ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് നാട്ടിൽ സിറോ മലബാർ സഭയുടെ ഒരു വളർച്ച കാണിക്കാനായിട്ടുള്ള ഒരു രൂപതയല്ല ഇവിടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടാം വരവിന് മുമ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എല്ലാം നമുക്ക് ചെയ്യണം. ഓക്കെ, ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുമെന്ന് പ്രത്യാശിക്കുന്നു. ബൈ.